അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മക്കൾ വരികയാണ്. നമ്മൾ അവരെ വിളിക്കാനായിട്ട് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. വണ്ടി വന്നിട്ടില്ല. അവർ 6:30 ആകുമ്പോഴത്തേക്ക്, വൈകിട്ട് 6:30 ആകുമ്പോഴത്തേക്ക് വരും. നമുക്ക് 2 മണിയാകുമ്പോൾ വണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും നമ്മുടെ വണ്ടി 2 വണ്ടി കൊണ്ടുപോയിട്ടാണ് അവരെ കൊണ്ടുവരുന്നത്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം സുലുവും റുക്കും മക്കളും മാത്രം ഉണ്ടായിട്ട് പോലും നമുക്ക് നമ്മുടെ 2 വണ്ടിക്കകത്തും കൊണ്ടില്ല അവരുടെ ലഗേജുകൾ. അപ്പോൾ അത് സീറ്റിലൊക്കെ പിന്നെ വെക്കേണ്ടി വന്നു. അപ്പോൾ അത് കാരണം ഞങ്ങൾ ഇപ്രാവശ്യം നമ്മൾ ട്രാവലർ വിളിച്ചാൽ പോകുന്നത്. സത്യം പറഞ്ഞാൽ പണ്ടൊക്കെ പിന്നെ ഗൾഫിൽ നമ്മൾ പപ്പായെ കൊണ്ടുവിടാനൊക്കെ പോകുന്ന സമയത്ത് തമിഴ്നാട്ടിൽ നിന്ന് ഒരാളിനെ കൊണ്ടുവിടാൻ ഒരു 100 പേര് കാണും. വലിയൊരു ട്രാവലറെല്ലാം കൂടെ വരുന്നത്. അപ്പം നമ്മൾ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ പിന്നെ ട്രാവലറിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന കാര്യം ഇന്നലെ പറഞ്ഞപ്പോൾ നമ്മുടെ ഉമ്മ ഇതുവരെ പോയിട്ടില്ല, എയർപോർട്ടിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ അങ്ങ് സങ്കടമായി. കാരണം നമ്മൾ ഓരോ വർഷവും 33 വർഷം പപ്പ ഗൾഫിലായിരുന്നു. അതിൽ ഒരു 6.5 കൊല്ലം നിന്ന് ഒരു നാട്ടിൽ വരാതെ നിന്ന് വീടും വസ്തുവും ഒക്കെ റെഡിയാക്കിയിട്ട് എന്നെ കിട്ടിയത്. അതിന് ശേഷം 10-25 വർഷക്കാലം വരുകയും ഒരു വർഷമാകും. 10 മാസം കഴിയുമ്പോൾ 11-ാം മാസം ടിക്കറ്റാണ്. അപ്പം നമ്മൾ പോയി മടുത്തതാണ് സത്യം പറഞ്ഞാൽ. ലാസ്റ്റൊക്കെ ആയപ്പോൾ ഉണ്ടല്ലോ പിള്ളേരെയും കൊണ്ട് ഈ യാത്ര അവിടെ പോയി എയർപോർട്ടിൽ പോയി പട്ടി ഈ ഇറച്ചിക്കടയുടെ മുമ്പിൽ ഞാൻ കിടക്കുന്നത് മണിക്കൂറുകൾ കാത്ത് കിടക്കുമ്പോൾ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്കങ്ങ് മടുത്തായിരുന്നു സത്യം. അപ്പം ഞാൻ അന്നേരം സത്യം പറയുമ്പോൾ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ എനിക്കങ്ങ് സങ്കടമായി. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനെന്താ പോകാം, ഞങ്ങൾ കൊണ്ടുവന്നില്ല, എന്തായാലും ട്രാവലറും ആണല്ലോ, സ്ഥലവും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉമ്മക്കുട്ടിയും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പോവാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ അടുക്കളയൊക്കെ ഒതുക്കി പെറുക്കിയതൊന്നും കണ്ടില്ല, ഒരു സമാധാനമില്ല. നിങ്ങളെ കൂടെ കാണിക്കണ്ടേ? നമ്മളിതെല്ലാം എത്രയൊക്കെ ചെയ്ത് വെച്ചേച്ച് നിങ്ങളും കണ്ടില്ലെങ്കിൽ എനിക്കൊരു സങ്കടം. അപ്പോൾ നമുക്ക് നമ്മുടെ അടുക്കളയൊക്കെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രൂപത്തിലൊക്കെ ഒന്നാക്കി വെച്ചു. നമ്മൾ വലിയ ഹൈ ലെവലൊന്നുമല്ല, നമ്മൾ സാധാരണക്കാരാണ്. അപ്പോൾ അതിൻ്റേതായ ലെവലിൽ, സാധാരണക്കാരുടേതായ ലെവലിൽ ഹൈ ഇതൊന്നുമില്ല നമ്മൾ. അപ്പോൾ നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് കണ്ട് അവരെ വിളിക്കാൻ പോകുന്ന, അപ്പോൾ നമുക്ക് നമ്മുടെ അടുക്കളയും ഒക്കെ ഒന്ന് കണ്ട് അവരെ വിളിക്കാൻ പോകുന്ന ആ ഒരു ഇതും കൂടെ. മോതിരം ഇട്ടില്ല. സൂര്യ നമ്പൂതിരിപ്പാടിൻ്റെ വീട്ട് കുറേ മോതിരം ഇടുന്നതാണ്, മറന്നുപോയി. അപ്പോൾ മോതിരമൊക്കെ ഇട്ടിട്ട് പോകട്ടെ. എനിക്ക് സത്യം പറഞ്ഞാൽ മോതിരങ്ങളില്ലാതെ ഒരു ഇതില്ല. അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് 10ാം ക്ലാസ്സിലോ ഏതോ ഒരു ഇതിലുണ്ടായിരുന്നു സൂര്യ നമ്പൂതിരിപ്പാട്. കാണിച്ചു തരാം. അതെൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന് കേട്ടോ. കുറേ മോതിരങ്ങളുണ്ട്, കുറേ മോതിരങ്ങൾ. അതിൻ്റെ ഒരു ഹരമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ല സൂര്യ നമ്പൂതിരിപ്പാടിനെ, ഞങ്ങൾക്ക് സ്കൂളിൽ പഠിക്കാനുണ്ടായിരുന്നു. അതുപോലെ ഞാൻ എപ്പോൾ എവിടെ പോയാലും കുറച്ച് മോതിരങ്ങൾ എൻ്റെ കയ്യിൽ കാണും കേട്ടോ. അതെനിക്കൊരു ഹരമാണ്. കുറേ പല മോഡലിൽ കല്ലുകൾ വെച്ചത്, അല്ലാത്തത്, ചെറുത്, വലുത്, കൈ നിറഞ്ഞു കിടക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പണ്ട് മുതലേ ഉള്ളതാണ്. 35, 33, 34 വർഷം കൊണ്ട് ഇങ്ങനെ തന്നെയാണ് ഞാൻ, ഒരു മാറ്റവും ഇല്ല. അപ്പോൾ നമുക്ക് അടുക്കളയൊന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾ ദിവസവും കാണുന്നതാണ്, എന്നാലും നമ്മളിതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചപ്പം എനിക്ക് തോന്നി നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാവുന്ന. കാരണം നമ്മൾ അവിടെ ഇരുന്ന ഭരണികൾ കംപ്ലീറ്റ് മാറ്റി നമ്മുടെ മീൽ സേഫിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിലൊക്കെ കുറച്ചൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള കുറച്ച് ദൃശ്യങ്ങൾ. നമ്മൾ കുറച്ച് എന്താ പറയുന്ന ട്രേകളൊക്കെ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ അത്യാവശ്യം വേണ്ട കുറച്ച് കാര്യങ്ങളെല്ലാം അടുപ്പിച്ച് വെച്ചു. നമ്മുടെ കൂടെ ഉണ്ടായിരുന്നില്ല, ഒരു വലിയ കൊട്ട എവിടെ ഇരുന്നില്ല, അതൊക്കെ നമ്മൾ അങ്ങെടുത്ത് മാറ്റി. പിന്നെ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. പറ്റുന്ന രീതിയിൽ, എന്നെക്കൊണ്ട് സാധിക്കുന്ന രീതിയിലൊക്കെ കുറച്ചൊന്ന് അടുക്കിപ്പെറുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് മുകളിലേക്ക് നോക്കിക്കാൻ നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകി ഉണക്കി എല്ലാം റെഡിയാക്കി അതെല്ലാം ഒന്ന് അടുക്കിപ്പെറുക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇനിയിപ്പോൾ നമ്മൾ താഴേക്ക് എടുക്കും. മക്കൾ വന്നു കഴിയുമ്പോൾ ഇതെല്ലാം ഉപയോഗമുള്ളതാണ്. കാരണം നമ്മൾ എല്ലാവരും വരും. നമ്മൾ ഒറ്റയ്ക്ക് ഒരു ന്യൂക്ലിയർ കുടുംബമായിട്ട് അമ്മ, അച്ഛൻ, മക്കൾ മാത്രമായിട്ടുള്ള ഒരു ജീവിതമല്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും ബന്ധുമിത്രാദികളൊക്കെ വരുന്നതാണ്. അപ്പൊ നമ്മൾ ആദ്യം ആ ഭരണികളിലെ ഒരെണ്ണം എടുത്തിട്ട് അതിനകത്ത് നമ്മൾ ചെറിയ സ്പൂണുകളൊക്കെ കുറച്ചൊന്ന് റെഡിയാക്കി വെച്ചു. കൊച്ചു മക്കളൊക്കെ ഉള്ളല്ലേ, അവരുടെയൊക്കെ ആവശ്യത്തിനൊക്കെ എടുക്കുകയും പിടിക്കുകയൊക്കെ വേണമല്ലോ. അപ്പൊ ആ ഒരു കൂടെ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ കിച്ചൺ ടവൽസ് കംപ്ലീറ്റ് അതിലേക്ക് അങ്ങ് അടുക്കി വെച്ചു. കണ്ടോ? അപ്പൊ ഇതൊക്കെ സത്യം പറഞ്ഞ ഇതിന്റെ കളറൊക്കെ കണ്ടിട്ട് എനിക്ക് ഉപയോഗിക്കാൻ പോലും തോന്നുന്നില്ല കേട്ടോ. അവിടെ റുക്കു പിന്നെ അടുക്കളയിൽ ഉപയോഗത്തിന് എടുക്കുമ്പോൾ ഞാൻ പറയാം, എന്റെ മോളെ ഇത് കണ്ടിട്ട് എനിക്ക് എടുക്കാം. കണ്ടോ, നല്ല ഭംഗി, നമുക്ക് പടം വരയ്ക്കാൻ പറ്റുന്ന രസമുണ്ടല്ലേ. നമ്മുടെ ഉമ്മ കണ്ടിട്ട് പറഞ്ഞു, എൻ്റെ ഇത് കണ്ടിട്ട് എന്ത് രസമുണ്ട്. അപ്പൊ വേണ്ട, ഞാനതൊന്ന് നോർത്തി കാണിക്കാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് നമുക്ക് കിച്ചൺ ടവലായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട്. കണ്ട കളർ കണ്ടിട്ട്, ഇതിന്റെ ഭംഗി കണ്ടിട്ടാണ് ഞാനിത് ഒരു ഡസനോളം എടുത്തിട്ടുണ്ട്. അപ്പൊ കുറച്ചെല്ലാം ഒന്ന് അടുക്കി അതെല്ലാം മടക്കി, പിന്നെ തപ്പി നടക്കണ്ടല്ലോ നമ്മൾ, അതെല്ലാം ഒരു ബാസ്ക്കറ്റിനകത്ത് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പൊ പെട്ടെന്ന് ഓരോന്ന് എടുക്കാമല്ലോ. കുറച്ച് പുറത്ത് എടുത്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതാ നോക്കിക്ക്, എന്ത് ഭംഗിയുള്ളതുണ്ട്. ഫൈബറിന്റെ ഉണ്ട് കേട്ടോ, ഫൈബർ ക്ലോത്ത് ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അതൊക്കെയാണ് നല്ല പെട്ടെന്ന് വെള്ളം അബ്സോർവ് ചെയ്യുമേ. അപ്പൊ നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പറ്റുന്ന രൂപത്തിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്തി, അത്യാവശ്യമില്ലാത്ത എല്ലാം ഇതിൻ്റെ അകത്തുനിന്ന് എടുത്ത് മാറ്റി ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാരും പറയും കുറേ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ട് എല്ലാം കൂടെ ആയാൽ ഒരു രസമില്ല എന്ന് പറയും. പക്ഷെ നമ്മളെപ്പോഴും എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഇപ്പൊ നമ്മളിവിടെ ഇല്ലല്ലോ, 5, 6, 8 മാസം കഴിയുമ്പോഴല്ലേ പോയും വന്നും നിൽക്കല്ലേ. അപ്പൊ തന്നെ നമ്മുടെ സ്പാച്ചുലകളെല്ലാം കൂടെ ഒരു ഭരണിക്കകത്ത് അതെല്ലാം ആക്കി. ഇതിലെ കുറേ ഉണ്ട് കേട്ടോ, അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇപ്പൊ 1, 2 എണ്ണം അത്യാവശ്യത്തിന് പിള്ളേർ വന്നിട്ട് ഇനി ബാക്കിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോ എല്ലാം എടുക്കണം. അവർ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ജോലിയാണ്, അതുപോലെ തന്നെ ഇതെല്ലാം ഉപയോഗങ്ങളുള്ളതുമാണ്. അവർ പോയി കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. ഉമ്മ വരും, ഞങ്ങൾക്ക് 3 പേർക്കുള്ള പണികളൊക്കെ മാത്രമല്ലേ ഉള്ളൂ. അതൊക്കെ കൊണ്ടാണ് എല്ലാം എടുത്തിട്ട് ചെയ്യാത്തത് കേട്ടോ. അപ്പൊ ദാണ്ട നമ്മള് അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചു. നമ്മുടെ കട്ടിംഗ് ബോർഡ് അത് 2-3 പ്രാവശ്യമായിട്ട് കൊണ്ടുവന്ന കേട്ടോ. പപ്പ കൊണ്ടുവന്നൊക്കെ പ്ലാസ്റ്റിക്കിന്റെ കൂട്ടത്തിൽ വെള്ള ഉണ്ടായിരുന്നല്ലോ. ഇതൊരു 60 വർഷത്തിന് മേലെ പഴക്കമുള്ള ഒരു ഫ്ലവർ വേസ് ആണ് കേട്ടോ. എൻ്റെ വാപ്പാട് ആൾക്കാരെല്ലാം സിംഗപ്പൂർ യാത്രക്കാരാണ്. അപ്പൊ ആ കാലത്ത് ഉമ്മായ വിവാഹം കഴിക്കാൻ വന്ന സമയത്ത് ഇതിലെ 2 എണ്ണം ആണിപ്പെട്ടി എന്ന് പറയും, സ്വർണ്ണ കളറിലെ ആണികൾ നിറയെ അടിച്ച് 3 അറയുടെ ഒരു നേവി ബ്ലൂ കളറിലെ ഒരു പെട്ടി, ആണിപ്പെട്ടി, വലിയൊരു 10,000 പോലത്തെ ഒരു പെട്ടിയായിരുന്നു അത്. ഇതിലെ 2 എണ്ണം. പിന്നെ ഞങ്ങളുടെ ഒരു യൂറോപ്യൻ ക്ലോസ്, ഇപ്പോഴത്തെ യൂറോപ്യൻ ക്ലോസറ്റ് പോലത്തെ ഒരു കോളാമ്പി എന്ന് പറയും. ഞങ്ങൾ എല്ലാവരും അതിൻ്റെ കത്താ രാത്രിയിലെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് കേട്ടോ. ഇപ്പോഴല്ലേ ക്ലോസറ്റും കാര്യങ്ങളും ഒക്കെ വന്ന് പണ്ട് കാലത്ത്. അപ്പൊ അത് പിന്നെ 5-6 പേർക്ക് കഴിക്കാൻ പറ്റുന്ന വസ്തികൾ, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിൽ ഒരെണ്ണം അവശേഷിച്ച് എൻ്റെ കയ്യിലുണ്ടത്. അപ്പൊ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ അതാണ്ട എല്ലാം ആ ഗ്രോ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച അതുണ്ടല്ലോ, അത് ഞാൻ അവിടെ തൂക്കിയിട്ട് തവികളക്കി അതിലേക്ക് വെച്ചു. പിന്നെ ഒരു ട്രേ എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് കുരുമുളക്, ഉലുവ, കടുക്, നല്ല ജീരകം, പെരിഞ്ജീരകം, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്രഷ്ഡ് ചില്ലി, അതെല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ മഞ്ഞൾപ്പൊടി, ഇനി ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവുള്ളതാണ് നമ്മുടെ കോൺഫ്ലോർ, പിന്നെ നമ്മുടെ തക്കോലം, കറുവപ്പട്ട, കണ്ടോ, കറുവ, ഗ്രാമ്പ്, ഏലക്ക, ഇതെല്ലാം കൈ എത്തുന്ന ദൂരത്തിൽ. അപ്പൊ ഒരെണ്ണത്തിന് തപ്പി കബോർഡിലേക്ക് പോകണ്ട, ബാക്കിയൊക്കെ കബോർഡിലാക്കി ഇതെല്ലാം ഇങ്ങനെ വെച്ചു. കണ്ടോ? അപ്പൊ ഒരേ സൈസിലെ കുപ്പി അല്ല എന്നേ ഉള്ളൂ കേട്ടോ. കാരണം നമുക്ക് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് കുറെ അവിടെ ഇട്ടിട്ട് വന്നു. ഒരു ട്രേ ഇതിന്റെ അതിപ്പോ കൊണ്ടുവന്നതാണ്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് പാത്രങ്ങളും കൂടിയൊക്കെ ഒന്ന് വെച്ചു. അപ്പൊ നല്ല രസമില്ലേ. ഇപ്പൊ ഇത് സ്പൂൺ റെസ്റ്റ് ആണ്. നമ്മൾ അടുപ്പിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഇളക്കിയിട്ട് തറയിൽ വെക്കുകയോ അല്ലെങ്കിൽ അടുപ്പിന്റെ പുറത്തേക്ക് വെക്കുകയോ ഒന്നും ചെയ്യണ്ട. ഞാനിത് റുക്കു അവിടെ വാങ്ങിച്ചു, ഞാനും വാങ്ങിച്ചു. ഞാൻ കാണിച്ചു തരാം. അത് കണ്ട നമ്മൾ അടുപ്പിലൊന്ന് കറിയൊക്കെ ഒന്ന് ഇളക്കിയിട്ട് അത് എടുത്തിട്ട് ഈ സ്പൂൺ റെസ്റ്റിലേക്ക് ആ സ്റ്റാൻഡിലേക്ക് അങ്ങ് വെച്ചു കൊടുത്താൽ മതി. കണ്ടോ? അപ്പൊ നല്ല ഉപയോഗമാണ് കേട്ടോ. എനിക്ക് നല്ല ഉപയോഗമായിട്ട് തോന്നി. അപ്പൊ അതുകൊണ്ട് അവിടെ റുക്കു ഉപയോഗിക്കുന്നുമുണ്ട്. അപ്പൊ നമ്മൾ വേണ്ട അടുപ്പിന്റെ മുകളിലോ അല്ലെങ്കിൽ തറയിലോ ഒന്നും വെക്കണ്ട. ഇതിപ്പോ ഇവിടെ ആമസോണിലൊക്കെ കിട്ടും കേട്ടോ. ഞങ്ങൾ ഇത് അവിടുന്ന് ഐക്യന്ന് വാങ്ങിച്ചതാണ്. പിന്നെ 5 റിയാൽ കടയിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട്. ഒരെണ്ണം ഐക്യയിലതും 1 5 റിയാൽ കടയിലതുമാണ് കേട്ടോ. അപ്പൊ ഇത് ഇങ്ങനെ അങ്ങോട്ട് വെക്കാം. അപ്പൊ ഉപയോഗമുള്ളതല്ലേ. അതും ഒരു സൈഡിലേക്ക് അങ്ങ് ഒതുക്കി വെച്ചു. അപ്പൊ ഉള്ള സ്ഥലത്ത് നമുക്കിത് വലിയ മോഡുലാർ കിച്ചനൊന്നും അല്ലല്ലോ. അപ്പൊ ഉള്ള അടുക്കളക്കകത്ത് ഉള്ള സ്ഥലത്ത് നമ്മളൊന്ന് അറേഞ്ച് ചെയ്യുകയാണ്. മറ്റേ ഒരു വലിയൊരു ഈ പ്രാവശ്യം ഞാൻ സൗദിയിൽ നിന്ന് കൊണ്ടുവന്നാണ് ആ വലിയ ഒരു പിന്നെ കണ്ടോ, അതിനകത്തേക്ക് നമുക്ക് കൈയെത്തി എടുക്കാൻ പറ്റുന്ന പോലെ പിങ്ക് സാൾട്ടാണ് അത്. പിങ്ക് സാൾട്ട്, പഞ്ചസാര, തേയില,
തേയില കാബൂസിന്റെ ഒക്കെ വരുന്നതേ ഉള്ളൂ. നമ്മളിവിടെ കൊണ്ടുവന്നത് തീരാറായിട്ടുണ്ട്. പിന്നെ നെസ്കഫയുടെ കാപ്പിപ്പൊടി, കല്ലുപ്പ്, പിന്നെ പൊടിയുപ്പ്, മുളക് പൊടി, കാശ്മീർ ചില്ലി, മല്ലിപ്പൊടി, അതെല്ലാം അതിൻ്റെ അകത്ത് വെച്ചു. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവുള്ള സംഭവമാണ് നമ്മുടെ എന്തിനും ഏതിനും വേണ്ടതാണ്. പിന്നെ കോൺഫ്ലോർ, അതൊരു വലിയ കുപ്പി നിറച്ച് അപ്പുറത്തതിലും ഉണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് അടുപ്പിനടുത്ത് തന്നെ വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ കൈയെത്തി എല്ലാ സാധനങ്ങളും എടുക്കാം. ഉമ്മയ്ക്ക് തപ്പിപ്പിടിച്ച് നടക്കണ്ടല്ലേ, ഞാൻ ഇതെന്തിയെന്നൊന്നും ചോദിക്കണ്ട. എല്ലാം അടുത്തടുത്തടുത്ത് തന്നെ അടുപ്പിന്റെ തൊട്ടടുത്ത് കൈവാക്കിന് തന്നെയാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പം കുപ്പികളൊക്കെ ഒരേ ടൈപ്പിലുണ്ടായിരുന്നു, കുറെ പൊട്ടിപ്പോയി. പിന്നെ ഞാനിപ്പോൾ ഇതെല്ലാം കൊണ്ടുവന്ന കുറച്ച് കുപ്പികളിലൊക്കെയാണ് ഇതെല്ലാം റെഡിയാക്കി വെച്ചത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഒരു ചെറിയൊരു ഭരണി എടുത്തിട്ട് കണ്ട നമ്മുടെ പിന്നെ ലൈറ്റർ, അതുപോലെ തന്നെ ആ അടുപ്പിൽ അതൊരു ക്ലിംഗ് റാപ്പില്ലേ, അതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ളല്ലേ, ഫ്രിഡ്ജിലേക്ക് സാധനങ്ങളൊക്കെ വെക്കുമ്പോൾ അത്യാവശ്യം വേണ്ട നമ്മുടെ കൈ എത്തി എടുക്കത്തക്ക നിലയ്ക്ക് അതും എല്ലാം വെച്ചു. പിന്നെ നമ്മുടെ ഒരു ട്രേക്കകത്തേക്ക് വെളിച്ചെണ്ണ, പിന്നെ സൺഫ്ലവർ ഓയില്, അതുപോലെ തന്നെ ഒലിവ് ഓയില്, നല്ലെണ്ണ, നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഒരു ട്രേ കംപ്ലീറ്റ് ആക്കി. കണ്ട നല്ല ഭംഗിയില്ലേ? അതെല്ലാം ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്ന കുപ്പികളാണ്. കണ്ടോ? അപ്പൊ അതെല്ലാം കൈവാക്കി നമുക്ക് എടുക്കാനുള്ള സൗകര്യത്തിനാണ് നമ്മൾ ഇതെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നുണ്ട്. അതൊക്കെ ദോശക്കൊക്കെ തൂക്കാനുള്ളതാണ്. ബ്രഷും കുപ്പിയൊക്കെ ആയിട്ടുള്ളതാണ്. പിന്നെ കണ്ടതാ അടുത്തത്, ഇതെനിക്ക് ഒഴിയാൻ പറ്റുന്നില്ല. ഇത് ഞാൻ മാറ്റാൻ മാക്സിമം ശ്രമിച്ചിട്ട് എൻ്റെ ഒരുപാട് ഉപയോഗങ്ങൾ നടക്കുന്ന ഈ ഒരു ട്രേ ആണ്. ഈ ട്രേക്കകത്ത് ഈ 3 പിന്നെ സ്പൂൺ ട്രേകൾ വെക്കുമ്പോൾ തന്നെ നമ്മുടെ പീലറുകളെല്ലാം അതിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നത്. കണ്ടോ? പല മോഡലിനും ഉണ്ട്. ഇനി ഞാൻ എടുത്തിട്ടില്ല. നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നൊക്കെ നമ്മുടെ പെട്ടിക്കകത്ത് തന്നെ കിടക്കുകയാണ്. അപ്പൊ പീലറുകൾ എല്ലാം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതല്ലേ, പീലറുകൾ, അതുപോലെ തന്നെ ഫോർക്ക്, ചെറിയ ചെറിയ സ്പൂണുകൾ, അതുപോലെ അതിനേക്കാൾ ഇച്ചിരി കൂടെ ഉള്ള സ്പൂണുകളൊക്കെ അപ്പുറത്ത് ഇതിലോട്ടാക്കി. ഇതൊക്കെ നമുക്ക് പിന്നെ യൂട്യൂബിലേക്ക് നമുക്ക് വീഡിയോ ഒക്കെ പിടിക്കാനായിട്ട് കുറേ സ്പൂണുകൾ, ചെറിയ ചെറിയ സ്പൂണുകൾ നീളമുള്ളതുണ്ടോ, അതെല്ലാം അതിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്തു. പിന്നെ ഫോർക്ക്, അങ്ങനെയൊക്കെ ഉള്ളത്. അതുപോലെ നമ്മുടെ തടിയുടെ ചെറിയ സ്പൂണുകളില്ലേ, അതെല്ലാം ഇതിൻ്റെ അകത്താക്കി. പിന്നെ തോരന്, മെഴുക്ക് പുരട്ടിയൊക്കെ കോരാൻ പറ്റിയ അതിൻ്റെതെല്ലാം ഈ ടൈപ്പിൽ അതെല്ലാം വേറൊരു ഇതിലേക്കാക്കി. അത്യാവശ്യമുള്ള സംഭവങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വെച്ചു. പപ്പടം കുത്തി സംഭവങ്ങളെല്ലാം വെച്ചു. നമ്മുടെ കട്ടിംഗ് ബോർഡ് മെയിൻ ആയിട്ടുള്ളതെല്ലാം ആ മൂലയ്ക്ക് വെച്ചിട്ടുണ്ട്. എപ്പോഴും എടുക്കാൻ പറ്റുന്നത് ഒരെണ്ണം അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മിക്സി, അതുപോലെ തന്നെ ചെറിയ മിക്സർ ഉണ്ടല്ലോ, എല്ലാം പൊടിക്കി എടുക്കുകയൊക്കെ ചെയ്യുന്നത്, അതെല്ലാം അതുണ്ട് ഓവൻ്റെ ആ ഇടയ്ക്കോട്ടം കയറ്റി വെച്ചു. അപ്പോൾ അത് ഒരു അസൗകര്യമായിട്ട് തോന്നില്ല. നമുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഫ്രണ്ടിലേക്ക് മാറ്റി വെച്ചിട്ടൊന്ന് ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട കത്തിയൊക്കെ ആ സ്റ്റാൻഡിൻ്റെ അകത്താക്കി. അപ്പൊ നമ്മൾ ആ കൂടെ അവിടുന്ന് എടുത്തു മാറ്റി. ആ വലിയ കൊട്ട അവിടുന്ന് പോയപ്പോ തന്നെ ഒരുപാട് സ്പേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ട, ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ, ഞാൻ അവിടുന്ന് കൊണ്ടുവന്നെയാണ്. നമ്മള് വെള്ളം പെട്ടെന്ന് അബ്സോർവ് ചെയ്യുന്നതാണ് ആ ഷീറ്റ് കേട്ടോ. പെട്ടെന്ന് നമുക്കിപ്പോൾ അത്യാവശ്യമായിട്ടൊന്ന് പാത്രം ഒന്ന് കഴുകി അങ്ങോട്ട് വെക്കണമെങ്കിൽ വെക്കാം. പിന്നെ ചെടി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെടിച്ചട്ടി എടുക്കാൻ എനിക്കൊന്നും സമയം കിട്ടിയില്ല, പോകാനോ വാങ്ങിക്കാനോ സമയം കിട്ടില്ല. അതുകൊണ്ട് 2 കുപ്പി കഴുകിയിട്ട് അതിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചതാണ് കേട്ടോ. ഒരു ചെറിയ വേസ്റ്റ് ബോക്സും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്രോ സ്റ്റോറിലെ സംഭവം ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഗ്രോ സ്റ്റോറിലെ 1-2 സംഭവങ്ങളൊക്കെ നമുക്ക് അവിടെ ഉപയോഗമാണ് കേട്ടോ. അപ്പൊ ബാക്കി കാര്യങ്ങളെല്ലാം ഇങ്ങനെയൊന്ന് അറേഞ്ച് ചെയ്തു. ഇഷ്ടപ്പെട്ടോ? അടിപൊളിയല്ലേ? എന്നെ കൊണ്ട് പറ്റുന്ന രൂപത്തിൽ ഇത്രയും ദിവസവും ജോലിയായിരുന്നു. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഒതുക്കിയിട്ട് ഇന്നലെ രാത്രിയിൽ എല്ലാം അടുക്കി പെറുക്കി റെഡിയാക്കിയതാണ് കേട്ടോ. അപ്പൊ ഇനി പിള്ളേർ വന്നാൽ നമുക്ക് സ്വസ്ഥതയായിട്ട് എവിടെയെങ്കിലും പോവുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ. എല്ലാം വലിച്ചു വാരി ഇട്ടേക്കുന്നില്ല, എല്ലാം കംപ്ലീറ്റ് ഒതുക്കി പെറുക്കി റെഡിയാക്കി തുടച്ച് എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഇത് പിന്നെ നമ്മുടെ ഇന്നലെ കണ്ടതാണല്ലോ എല്ലാവരും. പിന്നെ ഇനി നമ്മൾ ആ പഴയ ഓവൻ ഉണ്ടായിരുന്നു നമ്മുടെ LGയുടെ, അത് ഇതിലോട്ട് വെച്ച്. കാരണം വേറെ സ്ഥലമില്ല നമുക്ക്, അടുക്കള കൊച്ചടുക്കളക്കകത്തോട്ട് അതിങ്ങനെ അങ്ങ് സെറ്റ് ചെയ്തു കേട്ടോ. നമ്മുടെ ഇൻഡക്ഷൻ കുക്കർ, അതുപോലെ തന്നെ ബാക്കി വന്ന ഫ്രൈ പാനുകളൊക്കെ കൂടെ ഞാൻ അവിടെ വെച്ച്. പിന്നെ നമ്മുടെ ലേഹ്യത്തിന്റെ കോരുന്നയും എടുക്കുന്നതും പിടിക്കുന്നതൊക്കെ പാത്രങ്ങളും സ്പൂണുകളും അതെല്ലാം സെപ്പറേറ്റ് ആ വലിയ ബേസിൽ നിറച്ച് വെച്ചിട്ട് അതും അങ്ങ് പിള്ളേരെ എടുത്തുകൊണ്ട് നടന്ന് കളയാതിരിക്കാൻ വേണ്ടി അതൊക്കെ ഒന്ന് മൂടി വെച്ചു. കണ്ടോ? ഈ ചട്ടുകം ഇത് നമ്മള് കരിപ്പട്ടി ഇളക്കുന്ന ചട്ടുകമാണ് കേട്ടോ. നമ്മൾ വയനാട് പോയ സമയത്ത് എൻ്റെ ഉമ്മ വാങ്ങിച്ചതാണ് കേട്ടോ. അടിപൊളിയാണ്. അത് എത്ര വർഷങ്ങളായെന്നറിഞ്ഞു.
ഒന്നാണ് നമ്മുടെ ഫ്രൈ പാനുകളൊക്കെ കൊണ്ടുവന്ന ആ സ്റ്റാൻഡുകളൊക്കെ ഞാൻ കാണിച്ചില്ലേ, അതെല്ലാം ഞാൻ ഇവിടെ തൂക്കി. അല്ലാതെ നമുക്ക് അകത്ത് സ്ഥലമില്ല, അടുക്കളയ്ക്കകത്ത് സ്ഥലമില്ല. സ്റ്റീലിന്റെ കുറേ അതെല്ലാം ബാക്കി കബോർഡിനകത്ത് വെച്ചു. അത് കുറച്ചുണ്ടായിരുന്നു, അത് വേറെ ഒരാളിന് കൊടുത്തു. ബാക്കി 2 ഞാൻ ഇഞ്ഞെടുത്തു, ബാക്കി 4 പോയി. പിന്നെ ബാക്കി സംഭവം നമ്മുടെ കുക്കറുകളൊക്കെ അതുകൊണ്ട് ഇവിടേക്ക് മാറ്റി. അത്യാവശ്യം എടുക്കാനും എളുപ്പം എടുക്കാമല്ലോ. 10 ലിറ്ററിന്റെ 5 ലിറ്ററിന്റെ 3-ന്റെയും 2-ന്റെയും ഒക്കെ ഇങ്ങോട്ട് മാറ്റി. പിന്നെ നമ്മുടെ ഡീലക്സിന്റെ കളറുള്ളത് മേളിൽ ചോപ്പിന്റെ എല്ലാം മുകളിലോട്ട് ബിരിയാണി പോട്ടൊക്കെ വെച്ച കൂട്ടത്തിൽ അതെല്ലാം അങ്ങോട്ട് വെച്ചു. അപ്പൊ ഇതെല്ലാം ഇവിടെ ഇങ്ങനെ വെച്ച് നമ്മുടെ ഭരണികൾ കംപ്ലീറ്റ് ഇതാണ്ട മീൽ സേഫിന്റെ അകത്ത് കയറ്റി കണ്ടോ. എല്ലാം ഇതിന്റെ അകത്തോട്ടാക്കി ഇന്നലെ മിനിയാന്ന് നമ്മുടെ ഉമയും ഞാനും കൂടെ കഴിയെടുത്തില്ല, പാത്രങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വെച്ചു. ഏറ്റവും അടിയിലേക്ക് നമ്മുടെ കാസറോളുകള്, അടുക്ക് തട്ടം, അങ്ങനെയൊക്കെയുള്ള മാവ് അയക്കേണ്ട പാത്രം. പിന്നെ ആ അരിപ്പയെന്ന് പറഞ്ഞാൽ നമുക്ക് ജ്യൂസൊക്കെ എപ്പോഴും ഇവിടെ അടിക്കുന്നതാണ് പിള്ളേര് വന്നു കഴിഞ്ഞാൽ. അപ്പൊ അതൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് കണ്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മുടെ ചെറിയ അടുക്കളയിലും വലിയ അടുക്കളയിലുമായിട്ട് അരിപ്പെട്ടിക്കകത്ത് അരിയും സാധനങ്ങളും എല്ലാം ആക്കി. ഇത് കണ്ട നിങ്ങള്, ഞാൻ ഒരു സാധനവും കളയത്തില്ലെന്ന് പറയുന്നത് എൻ്റെ മോളെ ആദ്യമായിട്ട് പൊതിഞ്ഞു മേടിച്ച തുണിയാണ് കേട്ടോ. ഇത് ഞാൻ ഓവന്റെ പുറത്തിട്ടിരുന്ന. എനിക്കിപ്പോ ഇത് കണ്ടപ്പോ ഒരു ഓർമ്മ. നമുക്ക് ചില സാധനങ്ങൾ കളയാൻ തോന്നത്തില്ല കേട്ടോ, സത്യം പറഞ്ഞാല്. എല്ലാരും പറയൂല്ലേ എല്ലാം എടുത്ത് കളഞ്ഞൂടെയെന്ന്. ഓരോ സാധനങ്ങൾക്കും ഓരോ കഥകൾ പറയാനുണ്ട്. നമ്മൾ ഓരോ യാത്രകളിൽ വാങ്ങിക്കുന്ന സാധനങ്ങളുണ്ട്, നമ്മുടെ മക്കളുടെ കുഞ്ഞിലത്തെ ഓർമ്മകളുണ്ട്. ഇതൊക്കെ എൻ്റെ മോളുടെ, ഞാൻ പറഞ്ഞില്ല, അതുകൊണ്ടൊക്കെയാണ് അത് കളയാത്തത്. അപ്പൊ തന്നെ നമ്മൾ പിന്നെ ബാക്കി സംഭവങ്ങൾ എല്ലാം പുറത്തേക്ക് വെച്ച്. അല്ലാതെ നമുക്ക് സ്ഥലമില്ല, പിള്ളേര് വന്നാൽ ഇതൊക്കെ വാരി കളയത്തില്ലേ അകത്ത് വെച്ചിരുന്നാൽ. അപ്പൊ അതുകൊണ്ട് അതെല്ലാം മഴ നനയത്തില്ലല്ലോ, നമ്മളിവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ടല്ലോ. ഇത് മാത്രം ഞങ്ങൾക്ക് കഴുകാൻ സമയം കിട്ടിയിട്ടില്ല. ഈ മത്തും ഈ കോടാലിയും വെട്ടത്തി പോലെ ചുറ്റുക. ഞാനിത് മേടിക്കുന്ന സമയത്ത് എൻ്റെ പിള്ളേര് ചോദിച്ചു ഇത് എന്തിനാണെന്ന്. അത് കഴിഞ്ഞിട്ട് വന്ന് ചിക്കൻ പല ടൈപ്പിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് ഇത് വെച്ച് ഇടിക്കുമ്പോ ഒക്കെ ഞാൻ പറയും തെണ്ടികൾ ചോദിച്ചായിരുന്നു ഇത് എന്തിനാണെന്ന്. ഇപ്പൊ കണ്ടോ. അപ്പൊ ഇതല്ല ഇനി നമ്മുടെ ആ പിന്നെ എന്താ പറയുന്ന ഇടിക്കുന്ന കല്ലുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ കണ്ടാണല്ലോ, ആരെങ്കിലും ഒക്കെ വാങ്ങിച്ചു നമ്മുടെ ആമസോണിൽ നിന്ന്. അതെല്ലാം ഭയങ്കര വെയിറ്റ് അത് കേട്ടോ. അപ്പൊ നമ്മുടെ കൂടെ തന്നെ വെളിയിൽ വെച്ച്, അല്ലാതെ രക്ഷയില്ല. ഞാൻ ഉമ്മയെടുക്ക പറഞ്ഞു, ഉമ്മയെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം ഓരോന്നും രണ്ടും, അല്ലാതെ അകത്ത് സ്ഥലമില്ലല്ലോ. അങ്ങനെ നമ്മുടെ ചെറിയ അടുക്കളയും വലിയ അടുക്കളയും ഒക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഒത്തിരി പേര് പറഞ്ഞിരുന്നു ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് ഒന്ന് വീഡിയോ ഇടണേ കാണിക്കണേന്ന്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അത് പറഞ്ഞവരെ ദാണ്ട ഞാൻ വീഡിയോ ഇടുകയാണ്, നിങ്ങൾ കണ്ടോളൂ. അപ്പൊ സമയമില്ലാത്ത സമയത്ത് ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കത്രിക സംഭവം ഇതൊക്കെ കഴുകണം കേട്ടോ, സമയം കിട്ടാഞ്ഞതുകൊണ്ട് ഇതെല്ലാം മാറ്റിയിട്ടിരിക്കുകയായിരുന്നു. ഇതൊക്കെ പപ്പ കൊണ്ടുവന്ന കത്രിക മുതൽ നമ്മുടെ അടുക്കള മാരകായുധങ്ങളുടെ കൂട്ടത്തിൽ അത്യാവശ്യമായിട്ട് ഒരു സ്ക്രൂ ഡ്രൈവറും ഇതൊക്കെ വേണം നമുക്ക്. നമ്മുടെ കുക്കറിന്റെ പിടിയും അതും ഇതുമൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ. അപ്പൊ ഇതെല്ലാം ഇതിന്റെ അകത്ത്, ഇതെല്ലാം ഇനി വന്നിട്ടൊന്ന് കഴുകി പെറുക്കി എടുക്കണം. ഇതെല്ലാം ഞാൻ ആ ഭരണിക്കകത്തേക്ക് ആക്കി. അത് അടിയിൽ അടിയിലത്തെ കബോർഡിന്റെ അത് സ്ഥലമുണ്ട്. ഋക്കുവിന്റെ റൂമാണിത്. അത് താണ്ട അടിപൊളിയായിട്ട് വിരിച്ചൊക്കെ ഇട്ടു. അവരുടെ ഫോട്ടോസും അതും ഇതും ഒക്കെ. ആ കൊട്ടയൊക്കെ ഇപ്പം ഞാൻ ഇനി എടുത്ത് മാറ്റും കേട്ടോ. അതെൻ്റെ സാധനങ്ങളാണ്, അതെല്ലാം ഇനി മാറ്റും ഇപ്പോൾ. അപ്പോൾ അതാ നമ്മുടെ അവരുടെ റൂം ഇതാ റെഡിയായി. തല അങ്ങോട്ട് വെക്കണമെങ്കിൽ അങ്ങോട്ട് വെച്ചോട്ടെ, കാരണം AC-യും ഫാനും എല്ലാം ഇവിടെയല്ലേ. അതൊക്കെ അവരുടെ ഇഷ്ടം, വന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ. നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തിടുക. ഉണ്ടോ ഇപ്പുറത്തെ റൂം ശാലുവിനും മക്കൾക്കും ആയിട്ട് എല്ലാം ഒരുക്കിയിട്ടിട്ടുണ്ട്. ഈ കബോർഡ് നിറയെ പിള്ളേരുടെ പാവകളാണ് മുഴുവനും. അതവർ വന്നിട്ടെല്ലാം വാരി ഇടാൻ വെളിയിൽ. അതാ അവർക്ക് വേണ്ടിയിട്ടും എല്ലാ ഒരുക്കങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു അമ്മച്ചിയാ. അപ്പോൾ അതാ ഇവിടെയും ഒരു മേശയൊക്കെ ഇട്ടിട്ടുണ്ട്, അത് പണ്ടേ ഉള്ളതാ. അപ്പോൾ അതാ അവർക്ക് വേണ്ടിയിട്ടും എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ഒരുങ്ങിക്കഴിഞ്ഞു. ഉണ്ടോ
എൻ്റെ മോൻ്റെ തോക്കുകളായത്. ഫൈബറിൻ്റെ ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. 3-4 ഉണ്ടായിരുന്നേ. ഒരെണ്ണം കുടുംബ വീട്ടിൽ ഇങ്ങനെ ആണിയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഒരെണ്ണം നന്നാക്കാൻ കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയിട്ട്. ഇതിൻ്റെ ലൈസൻസൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇവിടെ കൊല്ലത്ത് പോയതിൻ്റെ ലൈസൻസ് അറിയാമോ വന്നിട്ട് ഇപ്പോൾ കൊല്ലും. ഇച്ചിരി എണ്ണ പോലും ഇട്ട് വെച്ചിട്ടില്ല. അവൻ്റെ ചൂണ്ടയായത്. ഇതും മീൻ പിടിക്കാൻ പോകും കേട്ടോ. മുപ്പല്ലിയൊക്കെ ഉണ്ട്. അവൻ ഭയങ്കര മീൻ പിടുത്തക്കാരനാണ്. ഉണ്ടാ അവൻ്റെ ചൂണ്ട വരുമ്പോൾ വഴക്ക് പറയും. മൊത്തം പൊടിയാ അവനത് പൊന്നുകാത്ത. ഇത് ഫൈബർ മഹാരാഷ്ട്രയിൽ നിന്ന് വരുത്തിയതാണിത്. ഈ സംഭവം ഫൈബറാണിത്. കണ്ടോ, ഫൈബറിൻ്റെ തോക്ക. ലൈസൻസൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇത് പിന്നെ നേരത്തെ പണ്ട് കൊക്കിനെയൊക്കെ വെടിവെക്കുമായിരുന്നു. ഇപ്പം പറ്റത്തില്ലല്ലോ. ഇപ്പം നിയമം മാറിയപ്പോൾ പറ്റില്ലല്ലോ. ഇപ്പൊ അതിനെയൊക്കെ വെടിവെക്കുന്നത് നിരോധിച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ പിടിച്ചാല് ജയിലിൽ പോയി കിടന്ന് അഴിയെണ്ണണം. അപ്പൊ അതുകൊണ്ട് അതൊന്നും ചെയ്യത്തില്ല. പിന്നെ ഷോയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ പപ്പാട റൂമാണ്. അത് ബെഡ്ഷീറ്റൊക്കെ മാറ്റി നല്ല ഇതാക്കി വിരിച്ചിട്ടു. അപ്പൊ സകലവിധ ഒരുക്കങ്ങളും നമ്മളിവിടെ നടത്തി കഴിഞ്ഞു. ഇനി മക്കൾ വന്നാൽ മാത്രം മതി. ഞങ്ങൾ പോകാനായിട്ട് എല്ലാം റെഡിയാവുകയാണ്. എല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി മക്കൾ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. 12:30 ആകുമ്പോൾ ഞങ്ങൾ എയർപോർട്ടിലേക്ക് പോകും. അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഞങ്ങൾ പിന്നെ ഇതിങ്ങോട്ടും വെക്കാം. കരിക്കൊക്കെ അപ്പത്തിനരയ്ക്കാനുള്ള കരിക്കും ഒക്കെ തേങ്ങ ഒക്കെ കുറച്ച് പൊതിച്ചു. ചാക്കിൻ്റെ ഒക്കെ പോക്കി വെച്ചു. അപ്പം നമ്മുടെ ചെല്ലക്കിളികൾ അവിടെ നിന്ന് തിരിക്കാറായിട്ടുണ്ട്. സമയം 11:30. അവിടുത്തെ 11:30 ആകുമ്പോൾ കയറും. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ തിരക്കുകൾ കൊണ്ട് അവളുമാർക്ക് 2 പേർക്കും വന്ന സാധനങ്ങളാണ്. ഒരു കട തുടങ്ങാം അതുപോലുണ്ട്. ഇതെല്ലാം തുണികളാ. കണ്ട ഒക്കെ ഞാനിതൊന്നും നോക്കിയിട്ടില്ല. എല്ലാം വന്നതെല്ലാം ഇതിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. കണ്ട ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളെ ഞാൻ ഇതൊന്ന് കാണിച്ചതായിരുന്നെന്ന് തോന്നുന്നു അല്ലേ. ഈ റുക്കുവിന് ഇതിൻ്റെ 2 എണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ബ്ലാക്കും എനിക്കിതിൻ്റെ മെറൂൺ കളറും എല്ലാം ഇപ്പം വന്ന തുണികളാണേ. അപ്പം ഇതൊക്കെ റുക്കുവിന് വന്ന സാധനങ്ങളാണ് കേട്ടോ. ഇത് എപ്പോഴോ ഞാൻ ഒരിക്കൽ കാണിച്ചു. ഇത് വന്നപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നു. മൊഡാൾ സിൽക്കിൻ്റെ ഇതുവരെ തയ്ച്ചില്ല. അവൾ വന്നിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതും നല്ല ഒന്നാം തരം സംഭവമാണ് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്, പക്ഷേ സൂപ്പറാണ് കേട്ടോ ഇത്. പിന്നെ ഇത് മൊത്തം എംബ്രോയ്ഡറിയാണേ. ഇത് പാകിസ്ഥാനി സൂട്ടാന്ന് തോന്നുന്നു. തയ്ക്കാനുള്ള തുണിയാണ് ഇതെല്ലാം കേട്ടോ. കണ്ടോ നിറയെ എംബ്രോയ്ഡറി ത്രെഡ്. പിന്നെ എനിക്ക് ഇതിൻ്റെ മെറൂണാണേ. റുക്കുവിന് ഇതിൻ്റെ ചുവപ്പായിരുന്നു. കണ്ടോ സാൻഡൂൺ പാൻറ്റിൻ്റെ തുണിയാണ്. തയ്ച്ചിട്ടില്ല. അവൾ വന്നിട്ട് ഇഷ്ടത്തിന് തയ്ക്കട്ടെ. കണ്ട ഇതെല്ലാം ഇതിൻ്റെ ഷോളും പാൻറ്റും ഷോളും ഉണ്ടോ. അതിൻ്റെ തന്നെ ബ്ലാക്ക് വരെയുള്ള ഇതിൻ്റെതാണ് എനിക്ക് ഡാർക്ക് ചുവപ്പ്. ഞാനൊരു വിവാഹത്തിന് മുഹമ്മയിൽ ആലപ്പുഴ ഒരു വീഡിയോ ഞാൻ ഇട്ടില്ലേ, അത് തയ്ച്ച് ഞാൻ ഇട്ടുകൊണ്ട് പോയതാണ്. ഇത് തയ്ക്കാനുള്ളതാണ്. കണ്ടോ ഇത് ഷോള്, ഇതതിൻ്റെ പിന്നെ ബോട്ടം, ഇത് ബോട്ടത്തിൻ്റെ ഇത് കണ്ടോ. ഇനി കണ്ട ഇത് പാകിസ്ഥാനി ദുപ്പട്ട, അതിൻ്റെ സെറ്റാണിത്. കണ്ടോ ഞാനിപ്പോൾ എയർപോർട്ടിലോട്ട് പോകാൻ ഒരുങ്ങുവാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചേച്ച് പോവുകയാണ് കേട്ടോ. അപ്പം ഇത് ഇത്രയും റുക്കമ്മയ്ക്ക് വന്ന സാധനങ്ങളാണ് ഇത് കംപ്ലീറ്റും. അല്ലാ പിള്ളേരല്ലേ, അവരുടെ ആഗ്രഹത്തിന് ഇഷ്ടം പോലെ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവളുമാർക്കെന്ന് പറഞ്ഞാൽ ഡ്രസ്സിനോടാണ് കമ്പം. അത് 1-2 ഇടും, അത് കഴിയുമ്പോൾ ആവശ്യക്കാർ കൊണ്ടുപോകും. അങ്ങനെയാണ് കേട്ടോ. അപ്പം ഇതിത്രയും അവളുടേതാണേ. ഇനി 2 അവളുമാർക്കും ഇപ്പം വന്ന സാധനങ്ങളാണ്. ഇത് മൊത്തവും ഒരു കട തുടങ്ങാനുള്ളതുണ്ട്. അപ്പം നമുക്കിതൊന്ന് കാണാം. ഞാനും ഒട്ടും മോശമല്ല, അവളുമാരെ എനിക്കും കൂടെ ആണ്.
ചിലത് ഓർഡർ ചെയ്തിരിക്കുന്നത്. നമുക്കിതൊന്ന് കാണാം. വേണ്ട, ഞാൻ ഇങ്ങനെ ഒന്ന് എല്ലാം കൂടെ മറിഞ്ഞതാ വീണ്. ഒരു പരിധിയില്ലാത്ത അട്ടിയിട്ട് വെച്ചിരിക്കുക. പിന്നെ എന്ത് ചെയ്യും? ദേ താഴെ വീണെല്ലാം. അപ്പം സാരമില്ല. ഇനിയിപ്പോൾ എന്തായാലും അവളുമാർ വരുമല്ലേ. ഇതാ ഒരേ സാധനം തന്നെ അവളുമാർക്ക് 2 പേർക്കും 2 കളറാണ്. കണ്ട, ഇച്ചിരി മൈലാഞ്ചി പോലും ഇട്ടില്ല, സമയമില്ലാഞ്ഞത് കൊണ്ട്. ഇടണം, വണ്ടിയിലിരുന്നായാലും വിടാം. കണ്ട കണ്ട, അതെ അതിൻ്റെ ഇപ്പം അപ്പുറത്ത് കണ്ടതിൻ്റെ ഞാൻ എന്തായാലും ഒന്ന് പൊട്ടിക്കുക. കണ്ട കണ്ട, ഒന്ന് ഡാർക്ക് മെറൂണ്, ഒന്ന് പർപ്പിൾ കളറ്. പർപ്പിളല്ല, എന്തോ അത്, അത് തന്നെ പർപ്പിൾ കളറ്. ഉണ്ടോ? ഒരേ സൈസ്. അതങ്ങനെ 2. താഴെ പോയത് ഇതെനിക്കാണ് കേട്ടോ. ഇത് അവളുമാർ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. ലെമൺ ഗ്രീനാണ് ഇത്. നല്ല ത്രെഡ് വർക്ക്. നമ്മുടെ ആ ചിക്കൻ കറി ഇല്ലേ, ആ വർക്കൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. ഇതൊന്നും പൊട്ടിച്ച് പോലും നോക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇതാണ്ട് ചിക്കൻ കറി ഉണ്ടോ. ഇതിൻ്റെ ശാലുവിന് നാളെ ഈയിടെ ഒരാൾ പോയപ്പോൾ കുറേ കൊടുത്തു വിട്ടതാണ്. പക്ഷെ അവളുമാർക്ക് 2 പേർക്കും എടുത്തിട്ടുണ്ട്. ഇതാണ്ട, ഇത് റുക്കുവിന് തയ്ക്കാനുള്ളതാണേ. അത് തയ്ക്കാനുള്ളതാണെന്ന് തോന്നുന്നു. ഇതെനിക്കും ശാലുവിനും. ഇതെല്ലാം അവളുമാർ അവിടെ ഇരുന്ന് ഈ ഹായിലും പിന്നെ ഓരോരോ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് പരത്തുന്നതാണ് കേട്ടോ. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇതെല്ലാം ഒന്ന് പൊട്ടിച്ചതേ ഇങ്ങനെയൊന്ന് പൊട്ടിക്കും, ഒന്ന് നോക്കും, എല്ലാം വാരി അങ്ങോട്ട് വയ്ക്കും. അങ്ങനെയാണ്. വേണ്ട, ഇതേണ്ട ഇങ്ങനെയൊന്ന് പൊട്ടിച്ച് നോക്കിയിട്ടേ ഉള്ളൂ. എന്താ സംഭവം എന്ന് പോലും എനിക്കറിയില്ല. നോക്കട്ടെ. ആ കവറിൽ നിന്ന് ഞാനൊന്ന് പൊട്ടിച്ചതാണേ. ഇതും ടോപ്പാണ്. നല്ല അടിപൊളി കളറ്. ഡാർക്ക് എന്താ ബ്രിക്ക് റെഡാണോ അതോ പീച്ചാണോ അറിയില്ല, അത്ര നല്ല കളർ. എൻ്റെ പൊന്നോ, ഇതെന്തുവാ ഇത്? ഇനിയുണ്ട്, എടുക്കട്ടെ ഞാൻ. ഇതിപ്പോൾ കണ്ടോണ്ട് അയ്യോ നിങ്ങൾ എന്തിനാ ഇത്രയും മേടിക്കുന്നത്? പാവത്തുങ്ങൾക്ക് കൊടുത്തൂടെ? പാവത്തുങ്ങൾക്ക് 1-2 ഇട്ടിട്ടങ്ങ് കൊടുക്കും, അല്ലെ പുതിയത് വേണ്ടവർക്ക് കൊടുക്കും. ഇത് കണ്ടിട്ട് ആരും ആ ക്വസ്റ്റ്യനും കൊണ്ട് ഇങ്ങോട്ട് വരണ്ട. കാരണം നമ്മുടെ ഇഷ്ടത്തിനാണ് എടുക്കുന്നത്. പിന്നെ ഇതൊന്ന് കാണിക്കുന്നേ ഉള്ളൂ. കണ്ട, തടിയുടെ ബട്ടനൊക്കെ ഉണ്ട്. വുഡ് ബട്ടണും കൊള്ളാം അല്ലേ? ഇത് കാണേണ്ടവർ കാണട്ടെ. അടുത്തത് ഇതിൻ്റെ തന്നെ ഒരെണ്ണം ശാലുവിന്. ഇത് തന്നെ ഒരെണ്ണം ഞാൻ ശാലുവിന് കൊടുത്തു വിട്ടായിരുന്നു കുവൈറ്റിലേക്ക്. ഇപ്പം അത് തന്നെ റുക്കമ്മയ്ക്ക് എടുത്തതാണ്. അവൾ ബുക്ക് ചെയ്ത് ഇവിടെ വന്ന സാധനം. ഞാൻ നോക്കിയില്ല, അതെന്താണെന്ന് പോലും നോക്കിയില്ലായിരുന്നു. ഇപ്പം എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. ഇടയ്ക്ക് ഞാൻ ശാലുവിന് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് നമുക്ക് ഇങ്ങോട്ട് വാരി ഇറക്കാം ഇല്ലയോ? ഇതും 2 എണ്ണം തോന്നുന്നു, ബ്ലാക്ക്. ഇതെല്ലാം ഈ പിന്നെ എന്താ പറയുക, കോഡ് സെറ്റുകളൊക്കെ. അതാണ്ട കോളറുള്ള. ഇതൊന്നും നൂർത്തി കാണിക്കാൻ അവളുമാർ വന്നിട്ട് ഇടുമ്പോൾ നിങ്ങൾ കണ്ടോ. വേണ്ട, കോഡ് സെറ്റുകളാണ്, കോളറുള്ള കോഡ് സെറ്റുകളാണ് ഇതൊക്കെ. കുറേശ്ശെ എടുക്കട്ടെ, ഞാൻ തീർന്നിട്ടില്ല. കണ്ടോ, ഇത് കോളറുള്ളത്, ഇത് കോളറില്ലാത്തത്. കണ്ടോ, ഇത് സുറുമേലയാണ്, 1880. അത് കോഡ് സെറ്റാണ്. ഇത് വേറെ ഏതാ? ഇതും കോളറുള്ളതാണ്. അവക്ക് കറുപ്പ്, ഒരാളിന് കറുപ്പ്. ആർക്കാണെന്ന് അറിയത്തില്ല, അവർ വന്നെങ്കിലേ അറിയത്തുള്ളൂ. ഒരാളിന് മെറൂണ്. അത് ഒരേ സൈസിൽ ഒരു കവറിൽ വന്നതാണ്. എൻ്റെ പൊന്നച്ചനെ, കറുപ്പിൻ്റെ ഒരു കശ. ഓ, 2 പേർക്കും ഉണ്ട് കോളറ്. കണ്ടോ, ദേ ഇതും കോളറിൻ്റെതാണ്. വേണ്ട, ഇത് 2ഉം കോളറിനൊക്കെ. കണ്ടോ, ഇതും കോളറാണ്. കണ്ടോ, ദേ 2ഉം ഇഹായിലതാ. ഇഹായിൽ അവൾ കുറേ സമ്പാദിക്കുന്നുണ്ട് എന്തായാലും. ഇതും ഇഹായിലതാ. കണ്ടോ, അപ്പോൾ കോളറിൻ്റെത് 2 പേർക്കും കറുപ്പ് എടുത്തിട്ടുണ്ട്. കണ്ടോ, അതെ 2 കറുപ്പ്. ഇത് വേറൊരു മോഡലാണ്. ഇത് സുറുമേല ഇച്ചിരി. കണ്ടോ, തുണി നല്ലതാണ്. എടുക്കട്ടെ.
വേണ്ട വയലറ്റ് കളറിൽ വയലറ്റ് തീപ്പട്ടി കളറുണ്ടല്ലോ ആ കളറിൽ അത് 2 പേർക്കും 2 ഹലോ ഹൈ ദാണ്ട വന്നു നമ്മുടെ താരം എയർപോർട്ടിൽ പോവാൻ സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി വന്നണ്ട അരികൊണ്ട് വിട്ട് ആണ് വേണ്ട ഇത് 2 തീപ്പട്ടി കളർ ഇത് 2 ഒരേ കളറിലത് കണ്ട നേവി ബ്ലൂ അതിൻ്റെ തന്നെ മെഹന്തി കളർ കണ്ടോ ഒരു കവറിൻ്റെ അകത്ത് 4 കണ്ടോ വീഡിയോ പിന്നെ എടുക്കട്ടെ അടുത്തതും നിറച്ച് എംബ്രോയിഡറി ത്രെഡ് വർക്കാണെന്ന് തോന്നുന്നത് കണ്ടോ അതൊരു ലൈറ്റ് ലാവണ്ടറാണേ കണ്ടോ അടുത്തത് മെറൂണും ഉണ്ട് പച്ചയും ഉണ്ട് ഒരേ ടൈപ്പ് കണ്ടോ വീനെക്ക് കണ്ട ഇഹാക്കാരി കോടാനുകോടി ഉണ്ടാക്കുന്നത് ചുമ്മാതാണോ ഇഹായിൽ അവള് നൂഹ കുറച്ചൊന്നുമല്ല ഉണ്ടാക്കുന്നത് കണ്ടതാ ഇതിൻ്റെ ഈ ലാവണ്ടർ കളറിൻ്റെ മെറൂൺ ഇത് അവളുമാരിൽ ആർക്കൊക്കെയോ ഇത് റുക്കുവിനായിരിക്കും റുക്കു ലൈറ്റ് കളറിൻ്റെ ആളാണ് ശാലു ഡാർക്കിൻ്റെ ആളാണ് കണ്ട എല്ലാ കവറിലും ഈ രണ്ടെണ്ണം കണ്ടോ കണ്ട ഇത് തിരിച്ചു കൊണ്ടുപോകാൻ 2 പെട്ടി വേണം സത്യമാണ് ഇതാണ്ട അവളുമാർക്ക് 2 പേർക്ക് ഞാൻ പറഞ്ഞില്ല ഇതിലെ ശാലുവിന് ഈ അടുത്ത സമയത്തെ അഭിനന്ദ് പോയപ്പോൾ കൊടുത്തു വിട്ട ഒരു 10 രൂപ എണ്ണം കണ്ടോ എന്താന്ന് അതൊന്നും ഞാൻ വീഡിയോ എടുക്കത്തില്ല ചിലർക്ക് ഭയങ്കര ഇതാണ് കാരണം ഇത് കാണുമ്പോഴേ നിങ്ങൾക്ക് അല്ലേ ഇത് ബ്ലാക്കും അവളുമാർക്ക് 2 പേർക്ക് അത് ഒന്ന് ബ്ലാക്കും ഒന്ന് നേവി ബ്ലൂ ആണെന്ന് തോന്നുന്നു അല്ലേ അതോ 2 ആണോ ഇത് നേവി ബ്ലൂ ആടാ ഇത് നല്ല ബ്ലാക്ക് ഈ ബ്ലാക്ക് ശാലുവിന് കൊടുത്ത് വിട്ടതാ കാരണമേ ചിലർ പറയുവേ എന്തിനാ നിങ്ങൾ ഇങ്ങനെയൊക്കെ മേടിക്കുന്നേ ഞങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുത്തൂടെ എന്ന് ചോദിക്കും എടീ പാവപ്പെട്ടവർക്ക് 1-2 ഇട്ടിട്ടല്ലേ കൊടുക്കാൻ പറ്റത്തില്ല ആഗ്രഹത്തിന് ഇവര് എല്ലാവരും മേടിച്ചു തരും ഇതിൽ അവളുമാർക്ക് 2 പേർക്ക് വേണ്ടി ഇത് കോളറുള്ളതാ കോളറിൻ്റെ തന്നെ ഇപ്പം എത്ര എണ്ണം ഡാർക്ക് പച്ച ഇത് ഇനി കൊണ്ട് തീർന്നിട്ട് ഞാൻ ഒന്നിച്ച് ഒഴുകുന്നു എന്താ ഒരു തുണിക്കടയിലെ ഇതുണ്ട് ഇത് റുക്കമ്മയ്ക്ക് വന്നതാ റുക്കുവിന് ഇഷ്ടപ്പെട്ട് വന്നതാ ഇത് ഇനിയോട് തീർന്നിട്ടില്ല അതിൻ്റെ തന്നെ അവളുമാർക്ക് 2 പേർക്കും ഉണ്ട് കണ്ടോ പക്ഷേ ഇത് കൊള്ളാൻ കേട്ടത് നല്ല രസമുണ്ട് അഥവാ ഇതൊക്കെ ഇവിടെ വന്നിട്ട് നോക്കട്ടെ ശരിയാവുമ്പോൾ പറഞ്ഞത് കാരണം തിരിച്ചിത് കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലെ എത്ര വെട്ടി വേണം ഇതെനിക്ക് ഞാൻ മേടിച്ചതാ കേട്ടോ ഞാനും ഒട്ടും മോശമൊന്നുമല്ല എനിക്കും വന്നിട്ടുണ്ട് അത് വരുന്നതേ ഉള്ളൂ ഇതൊക്കെ അവളുമാർക്കതാ എനിക്കറിയില്ല ഒരു കവറിൻ്റെ അകത്ത് തന്നെ 2 വീതമാണ് കണ്ടോ ഇതൊക്കെ ഞാനേ ഇത് ലോലിപോപ്പിൻ്റെ കണ്ടോ ലോലിപോപ്പ് നൂഹായും സുറുമേലും ലോലിപോപ്പും പാത്തീസും ഈ 4 കൂട്ടർ ഇവളുമാരെ കൊണ്ട് ശരിക്കും പൈസ ഉണ്ടാക്കുന്നുണ്ട് കാരണം എന്താണെന്ന് പറയാം നിങ്ങൾ നോക്ക് ഒരു തുണിക്കട തുടങ്ങുക കുറേ കൊടുത്തു വിട്ട് ഞാൻ പോയ പല ആൾക്കാരുടെ കയ്യിലായിട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം വന്ന സാധനങ്ങളാണ് ഇത് മുഴുവനും അപ്പോൾ കറി വെന്തു മീൻ പൊരിച്ചു ചോറും വെച്ച് കഴിച്ചിട്ടിറങ്ങാം എൻ്റെ പൊന്നുമേ ഇതിൻ്റെ ഇടയ്ക്ക് ഇവളുമാര് രാത്രി പറയുവേ ഒന്ന് പൊട്ടിച്ച് ഒന്ന് നോക്കിക്കും അന്നേരം വന്നൊരു സൈഡ് ഒന്ന് പൊട്ടിക്കും എനിക്ക് നേരമില്ല എനിക്കിതിന് പോകാൻ നേരമുണ്ടോ ഇതെടുത്ത് ഇതിൻ്റെ അകത്തോട്ട് തള്ളി കയറ്റി ഇടിച്ച് കയറ്റി അങ്ങ് വെക്കുമായിരുന്നു കുറേ ശാലുവിന് അഭിനന്ദ് പോയപ്പോൾ ഇതുപോലെ ഒരു കട്ടിൽ നിറച്ച് സാധനം കൊടുത്തു വിട്ട് ഞാൻ അന്നേരം ഓർത്തെ വീഡിയോ എടുത്ത ഇനി ഓരോരുത്തർ പറയുവേ നിങ്ങളെന്തിനോ ഇത്രയും എടുത്ത് കൂട്ടുന്നത് ഭാഗത്തുങ്ങൾക്ക് അങ്ങ് കൊടുത്തുകൂടായോ നിങ്ങൾക്ക് അഹങ്കാരമല്ലേ മറ്റേതാ മറിച്ചേതാന്ന് പറയും അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ കേട്ടോ ഇപ്പം എന്ന് പറഞ്ഞാലേ ഇതൊന്ന് ഇവളുമാരിനി വരുമ്പോൾ ഒന്ന് ഇടുമ്പോൾ കാണട്ടെ എന്നാലും ഈ പെണ്ണുങ്ങളല്ലേ എത്ര നമുക്ക് ഉണ്ടെങ്കിലും സ്വർണവും ഈ ഡ്രസ്സെന്ന് പറഞ്ഞാൽ അതും എൻ്റെ ഈ പെൺപിള്ളേർ 2 പേരെന്ന് പറഞ്ഞാൽ ഡ്രസ്സിൻ്റെ ഉസ്താദന്മാരാണ് പിന്നെ എന്ത് ചെയ്യും ഇതിൻ്റെ തന്നെ 2 കളർ വേണ്ട നല്ല രസമുണ്ട് ഇതൊക്കെ ഇടുമ്പോഴായിരിക്കും ഇതൊരെണ്ണം എനിക്ക് ഒന്ന് റുക്കു ശാലുവിന് ഇത് റുക്കമ്മയ്ക്കാം അവൾക്ക് വയലത്തിന് ഇട്ട് കാണുമ്പോഴേ ഉണ്ടാ ഇതിൻ്റെ 10,000 വരട്ടി അവിടെ 6 അറയുടെ കബോർഡുണ്ടല്ലോ അതിൻ്റെ ഞാൻ രാവിലെ വന്നു തേങ്ങ എല്ലാം പൊതിച്ചു കരിക്ക് വേറെ മാറ്റി
എല്ലാം തൂത്തു റെഡിയാക്കുന്നു. അപ്പം നമുക്ക് ഞാനും പോകാനായിട്ട് ഒരുങ്ങട്ടെ. അപ്പോൾ ഇതെല്ലാം ഒന്ന് എടുത്ത് സ്റ്റോക്ക് ചെയ്യാൻ എന്നോട് പറഞ്ഞ് ഉമ്മീ ഞാനിപ്പോൾ എടുത്തത് എന്തിനാണെന്ന് പറഞ്ഞാൽ സുലു ഈയിടെ വഴക്ക് പറഞ്ഞു. അവിടെ അലമാരകളൊന്നും സ്ഥലമില്ലെന്നോ, അതുപോലെ നിറഞ്ഞു പോയെന്നവരുടെ കയ്യിലെല്ലാം കൊടുത്തു വിടില്ലേ. അതിന് എന്നോട് പറഞ്ഞു ഉമ്മ എളുപ്പം ഈ അലമാരിക്കകത്തുനിന്ന് ഇതൊന്ന് എടുത്ത് മാറ്റി ഉമ്മയുടെ റൂമിൽ അപ്പുറത്തൊന്ന് വെച്ചേക്കണേന്ന്. ഇപ്പം അവൻ വീഡിയോ കാണത്തില്ല, അതുകൊണ്ട് അറിയത്തില്ല. അതിന് ഞാൻ എടുത്ത് മാറ്റുമോ? എന്നാൽ ഞാനോർത്തന്ന ഇവരെ കൂടെ ഒന്ന് കാണിച്ചേക്കാം. ഉണ്ട് അപ്പം എത്ര എണ്ണം ഉണ്ടെന്ന് നിങ്ങൾ നോക്ക്. ഉണ്ട് എല്ലാം ഈരണ്ടാ, ഓരോ കവറിലും ഈരണ്ട് ഇത് 4 ഉണ്ടോ, ഇത് 4. അങ്ങനെ ഈ 2 4 എണ്ണം വീതമുള്ള ഓരോ കവറുകളാണ് ഈ കിടക്കുന്നത്. അപ്പോൾ എത്ര ആയിരം രൂപ ആണെന്ന് ഒരെണ്ണത്തിൻ്റെ ഈ നിസാര ഈ ഒരെണ്ണത്തിന് ഇതുണ്ട് 1800 സംതിങ് ഉണ്ട്, 1880. അപ്പോൾ ഓരോന്നിനും എന്തായിരിക്കും ഇതിനൊക്കെ 3000 4000 രൂപയുടെ ഇതിൻ്റെ അകത്തുണ്ട്. ഞാനത് തുണി അങ്ങ് വെച്ചതേ. ഇതൊക്കെ 4000 4500-ൻ്റെയൊക്കെ ഇരിക്കുന്നത് കേട്ടോ, തയ്പ്പിക്കാനുള്ളതാ ഇതെല്ലാം. അതിന് സുലു വഴക്ക് പറയും. സുലു പറയുമോ ഇവളുമാരാരാ, നൂഹായും സുറുമേല സെബിയും പിന്നെ ഫാത്തീസിലെ അവളും എല്ലാം സമ്പാദിക്കുക ഈ പണം മൊത്തം. അതിനെ വഴക്ക് പറയുന്നതിന് എന്നോട് പറഞ്ഞ് ഇതെല്ലാം എടുത്തൊന്ന് ഇതിൻ്റെ അകത്തുനിന്ന് മാറ്റാനേ. അപ്പം ഞാനിതൊന്ന് മാറ്റി വെച്ചേച്ച് വരട്ടെ. വേണ്ട, ഞങ്ങൾ ഫുഡും ഒക്കെ കഴിച്ച് പോകാനിങ്ങനെ തയ്യാറായിട്ടിരിക്കുകയാണ്. അവരവിടെ ഫ്ലൈറ്റൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളും ഇവിടെ റെഡി ആയിരിക്കുന്നു, പോകാനുള്ള ഒരുക്കത്തിലാണ്. ഇനി പോയാൽ മതി. ഞങ്ങളുടെ ഉമ്മക്കുട്ടി ഇതുവരെ എയർപോർട്ട് കണ്ടിട്ടില്ല. അപ്പം നമുക്കൊന്നുകൊണ്ട് കാണിക്കണ്ടേ? തീർച്ചയായിട്ടും കാണിക്കണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വന്നായിരുന്നു. പിന്നെ ഞാൻ എയർപോർട്ടിൽ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിനെന്താ നമുക്ക് പോവാം. ഇനി നമ്മുടെ രായന് സൗദിയിലൊന്ന് പോകണമെന്നുണ്ട്, ഒന്ന് വിസിറ്റിങ്ങിന്. മോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മോനെ 1 മാസം കൊണ്ട് വന്ന് കറക്റ്റ് വിസിറ്റിംഗ് വിസ എടുത്തിട്ട് ഒന്ന് കൊണ്ടുപോടാ. അങ്ങനെ അവൻ സമ്മതിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഉമ്മയെ ഒന്ന് കൊണ്ടുപോകണം. അപ്പോൾ അതെ, അള്ളാഹു അനുഗ്രഹിക്കുന്നെങ്കിൽ കാണാത്തവരെ അവിടെയൊക്കെ ഒന്ന് കാണിക്കണ്ടേ, പോകാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മളൊന്ന് കൊണ്ടുപോകണ്ടേ. അയ്യോ എനിക്ക് വയ്യ. അപ്പം ഞങ്ങൾ പോകാനൊക്കെ റെഡി ആയിട്ടിരിക്കുക. എല്ലാം പറയാനുണ്ടാ പൂമക്കുയിലേ? അപ്പൊ നമ്മുടെ വീഡിയോയുടെ തീരുകയാണ്. മക്കൾ വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അതുവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും.